Welcome you all to this Commerce Easy Learning കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള BCom BBA തേർഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ 5 മാർക്സ്, അതേപോലെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3 ഈ പറയുന്ന 3 മോഡ്യൂളിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 5 മാർക്സ് ക്വസ്റ്റ്യൻ ആൻഡ് അതേപോലെ തന്നെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 മോഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്എ ടൈപ്പ് അടക്കം എക്സ്പ്ലനേഷൻ നൽകിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഏതിൻ്റെ മോഡ്യൂൾ 4. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അത് 5 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതേ ഒരു എസ്എ ടൈപ്പ്. കാരണം ഇങ്ങനെ എത്തിക്കൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എത്തിക്കൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കി വയ്ക്കുകയാണ് എത്തിക്കൽ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. കാരണം നമുക്കിതൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ പേപ്പറിലൊക്കെ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡൻറ്റിറ്റി തെഫ്റ്റ് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ താഴെ പറയുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം അതാണ്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഇൻ IT ഇൻഡസ്ട്രീസ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും. അതായത് ജനറൽ പോലെ. ഓക്കെ, പുതിയൊരു അത് എക്സ്പ്ലെയിൻ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഇൻ IT ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിൽ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ത്രെഡ്സും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് ടെക്സ്റ്റിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അത് 5 മാർക്സ് ബേസിൽ വരും. പിന്നെയുള്ളത് വാട്ട് ഈസ് സ്പാം. ഇതൊക്കെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. എന്താണ് സ്പാം എന്ന്. ദെൻ വാട്ട് ഈസ് കുക്കീസ്, അതേപോലെ ആഡ്വെയർ, സ്പൈവെയർ. ഓക്കെ, ഇങ്ങനത്തെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന മോഡ്യൂൾ 4 കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നിക്കൽ ലാംഗ്വേജും അതേപോലത്തെ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ്, വാട്ട് ഈസ് മാൽവെയർ, 2 മാർക്സ്. ദെൻ വാട്ട് ഈസ് ഫിഷിംഗ്. ഈ പറയുന്ന ഫിഷിംഗ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ദെൻ ഇൻ്റർനെറ്റ് ഹോക്സ്, 2 മാർക്സ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് ഹാക്കിംഗ്, ടൈപ്സ് ഓഫ് ഹാക്കിംഗ്. അത് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി 2 മാർക്സിലാണെങ്കിൽ വാട്ട് ഈസ് ഹാക്കിംഗ് എന്നേ ചോദിക്കുള്ളൂ. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഹാക്കിങ്ങിൽ ഏതൊക്കെ ടൈപ്സ് ആണെന്നില്ലേ അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ടൈപ്സിൻ്റെ നിന്ന് ഓരോന്ന് എന്ത് ചോദിക്കാം, 2 മാർക്സ് ബേസിൽ ചോദിച്ചേക്കാം. ഒരുമിച്ച് ചോദിക്കുമ്പോൾ അതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലേക്ക് വരും. ദെൻ വാട്ട് ആർ ദ റെമഡീസ് എഗനിസ്റ്റ് ഹാക്കിംഗ്. അത് ഇങ്ങനത്തെ റെമഡീസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കത്തുള്ളൂ. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ കമ്പ്യൂട്ടർ ത്രെഡ്സ്. അതും ചോദിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കെന്ന് പറയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കമ്പ്യൂട്ടർ ബേസിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പ് ജനറൽ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റാണ്. അതിൻ്റെ പകരമാണ് നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ബിസിനസ് സ്കില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന ആ GI എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ത്രെഡ്സ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് ട്രോജൻ ഹോഴ്സസ്, 2 മാർക്സ് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഹൗ ക്യാൻ യു പ്രൊട്ടക്ട് യുവർ സിസ്റ്റം ഫ്രം വൈറസ്. അത് എസ്എ ടൈപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഷോർട്ട് ആൻസറിലും പ്രതീക്ഷിക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വൈറസിൽ നിന്ന് നമ്മൾ എങ്ങനെ സംരക്ഷണം ചെയ്യാൻ പറ്റും നമ്മുടെ സിസ്റ്റം എന്നുള്ളതിൽ ഓരോ പോയിൻറ്റ്സിൽ അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങളിത് പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ ക്രൈം. വാട്ട് ഈസ് കമ്പ്യൂട്ടർ ക്രൈം എന്നുള്ളത്. ഒരു കമ്പ്യൂട്ടർ ക്രൈമിൻ്റെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കണം എസ്എ ടൈപ്പും. അതായത് കമ്പ്യൂട്ടർ ക്രൈം മാത്രമായിരിക്കില്ല ആ സമയത്ത് ചോദിക്കുക. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലും കുറച്ചും കൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരുന്ന രീതിയിൽ വരും. പക്ഷേ എങ്കിലും ആ കമ്പ്യൂട്ടർ ക്രൈം എന്നുള്ളതിൻ്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എസ്എ ടൈപ്പും എങ്ങനെ വന്നാൽ, കാരണം സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനെക്കാട്ട് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു മോഡുകൾ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ ക്രൈമും കൂടി പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ സൈബർ ലോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ വരാറുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും IT ആക്ട് എന്ന് പറഞ്ഞിട്ട രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. 2 മാർക്സിനും പഠിച്ചു വയ്ക്കുക. ദെൻ വാട്ട് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഇൻ്റർനെറ്റ് അഡിഷൻ. അതായത് എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ് ഇൻ്റർനെറ്റ് അഡിഷന് ഉള്ളത്. റിസ്ക് ഒക്കെ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നീറ്റായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഏതൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ് എന്നുള്ളതൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലാണ്. അത് നല്ല രീതിയിൽ പഠിക്കാം.
ദെൻ അടുത്തത് വാട്ട് ഈസ് ഇൻഫോർമേഷൻ ഓവർലോഡ്. എന്താണ് ഇൻഫോർമേഷൻ ഓവർലോഡ്? അങ്ങനെ എന്താണെന്ന് മാത്രം ചോദിച്ചാൽ അത് എത്രയാ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അതിനോടൊപ്പം തന്നെ വാട്ട് ആർ ദ കോസസ് ഓഫ് ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറയുമ്പോൾ അത് 5 മാർക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ. ദെൻ സൊല്യൂഷൻസ് ടു ഇൻഫോർമേഷൻ ഓവർലോഡ് അതൊക്കെ 5 മാർക്സ് ക്വസ്റ്റ്യനാണ് വരിക. ദെൻ വാട്ട് ഈസ് ഇ വേസ്റ്റ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇ വേസ്റ്റ്. ദെൻ വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് ഇ വേസ്റ്റ്? ഈ പറയുന്ന ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും വന്നിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇ വേസ്റ്റ്? നേരത്തെ പറഞ്ഞു ഇ വേസ്റ്റ് മാത്രം ചോദിക്കുകയാണെങ്കിൽ 2 മാർക്സ് ബേസിൽ. അതിനൊപ്പം തന്നെ എക്സ്പ്ലെയിൻ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്വൻറ്റ്സ് ഇൻ മാനേജിങ് ഇ വേസ്റ്റ് ഇൻ ഇന്ത്യ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് എസ്സേ ടൈപ്പ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇൻഫോർമേഷൻ ഓവർലോഡ്? വാട്ട് ആർ ദ കോസസ് ആൻഡ് സൊല്യൂഷൻസ് ഓഫ് ഇൻഫോർമേഷൻ ഓവർലോഡ്? ഇത് ചോദിക്കുകയാണെങ്കിൽ അത് എസ്സേ ടൈപ്പായിട്ടായിരിക്കും ചോദിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ളത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലും വരാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ വാട്ട് ഈസ് എന്ന് ചോദിക്കുമ്പോൾ അത് 2 മാർക്സ് ബേസിൽ ചോദിക്കുന്നുണ്ട് എന്ന്. പിന്നെ അതേപോലെ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? അത് നമ്മൾ 5 മാർക്സ് ക്വസ്റ്റ്യൻ. ദെൻ ഡിഫൈൻ ഇ ഗവേണൻസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്സ് ബേസിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വാട്ട് ഈസ് ഇ ഗവേണൻസ് ചോദിച്ചാലും അത് 2 മാർക്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഇ ഗവേണൻസ്? ഞാൻ ഇവിടെ 2 സ്റ്റേജസ് നേടിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേജസ് എന്നുള്ള ഒരൊറ്റ സ്റ്റേജസ്. വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഇ ഗവേണൻസ്? 5 മാർക്സ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ്? അത് എസ്സേ ടൈപ്പായിട്ടും 5 മാർക്സ് വരും. അപ്പോൾ അങ്ങനെ എസ്സേ ടൈപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഇ ഗവേണൻസ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കും. പിന്നെ ചോദ്യം വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ്? അത് നമ്മുടെ 5 മാർക്സ് ക്വസ്റ്റ്യൻസ്. അതേപോലെ എസ്സേ ടൈപ്പ് 5 മാർക്സ് സെപ്പറേറ്റ് ആയിട്ട് മാത്രമാണ് ചിലപ്പോൾ ചോദിക്കുന്നത്. ചില ബെനിഫിറ്റ്സ് മാത്രം ചോദിച്ചേക്കാം, അതല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് മാത്രം ചോദിക്കാം. ഓക്കെ. ഇപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വാട്ട് ഈസ് ഇ ഗവേണൻസും അതേപോലെ ഡിഫറൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അതിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ചോദിക്കുമ്പോൾ അത് എസ്സേ ടൈപ്പായിട്ട് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഇ ഗവേണൻസ്? എക്സ്പ്ലെയിൻ ദ വേരിയസ് ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ഹൗ ദേ ആർ ബ്രിങ്ങിങ് ചേഞ്ച് ഇൻ ദ ട്രഡീഷണൽ ഗവൺമെൻറ് ഫങ്ഷൻസ്. ഇത് ജനറൽ ടൈപ്പിൽ നിന്നാണ്. അതൊക്കെ എസ്സേ ടൈപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കമ്പ്യൂട്ടർ വൈറസ്? 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ വാട്ട് ഈസ് ഇമെയിൽ ബോംബിംഗ്? 2 മാർക്സ് ക്വസ്റ്റ്യൻ. അത് 2 മാർക്സ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഇമെയിൽ ബോംബിങ്ങിൻ്റെ ഇതത് ഇമെയിൽസ് വാട്ട് ഈസ് ഇമെയിൽ എന്നോ അല്ലെങ്കിൽ ആ ഒരു റീസൺസ് ഉണ്ട്. നമുക്കിപ്പോൾ ഫോൺ ഹാക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ ആ ഒരു ടൈപ്പിൽ നിന്ന് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ. പിന്നെയുള്ളത് വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഫ്രോഡ് എന്നുള്ളത് 2 മാർക്സ് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ വാട്ട് ഈസ് ആൻറ്റിവൈറസ് പ്രോഗ്രാം? 2 മാർക്സും അതേപോലെ തന്നെ 5 മാർക്സ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് ഭൂമി? അതായത് ഈ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ കുറേ ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറേ പ്രോഗ്രാംസ് ഇല്ലേ, അതിലത്തെ ഓരോന്നും ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ. അതിൽ ദെൻ പറയുന്ന വാട്ട് ഈസ് സാക്ഷത്? അത് SAKSHAT. ഓക്കെ. അത് 2 മാർക്സ് ക്വസ്റ്റ്യനിൽ വരാറുണ്ട് പറഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് അതിൽ വാട്ട് യു മീൻ ബൈ ഫ്രണ്ട്സ്? അതായത് ഫാസ്റ്റ് റിലയബിൾ ഇൻസ്റ്റൻറ്റ് എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്പേഴ്സ്മെൻറ്റ്സ് ഓഫ് സർവീസ് എന്ന് പറയുന്നില്ല. അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ കീഴിലുള്ള ആ ഫ്രണ്ട്സാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ അതായത് നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ്റിൽ ഇനീഷ്യേറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ പറഞ്ഞ ഓരോ പ്രോഗ്രാമിലും നമ്മളത് വിദ്യാവാഹിനി അങ്ങനെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എന്ത് 2 മാർക്സ് ക്വസ്റ്റ്യനോ ആ ഒരു രീതിയിലൊക്കെ വരാൻ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. അക്ഷയ എന്നൊക്കെ പറയുന്ന ഇതിൽ. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അതല്ലെങ്കിൽ ഈ എന്തായാലും നമ്മൾ ആ ഒരു പോർഷൻസ് നോക്കും. കാരണം അത് എസ്സേ ടൈപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചാൻസ്. ഞാൻ ക്വസ്റ്റ്യൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഗവേൺസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതിൽ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളത് എന്തായാലും ഓരോ പോയിൻറ്റും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് ആൻസർ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 4th മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ റിവിഷൻ ചെയ്യാനുള്ള സമയമാണ് ഇതൊക്കെ. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും കൂടി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് നല്ല കോൺസെൻട്രേറ്റ് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് വരാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിൽ എന്തായാലും മോഡ്യൂൾ 5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.